ഇങ്ങനെ ഒരു ഷിഫ്റ്റ് ഇൻ പൊളിറ്റിക്സ് അതൊന്നുമല്ല. ഇത് ക്ലിയർ ആയിട്ടും അവരുടെ ഒരു മിഥ്യാഭിമാന ബോധം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ദുരഭിമാന ബോധം. ഇതൊരു ദുരഭിമാന കൊല തന്നെയാണ് ഇപ്പം നടക്കുന്നത്. ദുരഭിമാന കൊല. അതായത് ഈ ആശാവർക്കർമാരെ നിങ്ങൾ കൊല ചെയ്തുകൊണ്ടേയിരിക്കണം. ഇത് SUCI അല്ല, CITU അല്ലെങ്കിൽ ഇടതുപക്ഷ അനുഭവമുള്ള വേറെ ഏതെങ്കിലും സംഘടനയായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇത് അതായത് സർക്കാരിന്റെ ഒരു ഇങ്ങനെയുള്ള ചർച്ച ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കുകയോ അല്ലെങ്കിൽ ചർച്ച നടത്തുകയോ അല്ലെങ്കിൽ ഒരു അത് പരിഹരിക്കാനുള്ള ഒരു ഫോർമുല നിർദ്ദേശിക്കപ്പെടുകയോ ചെയ്യും. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ഈ അധിക്ഷേപ വാക്കുകളെല്ലാം ഉപയോഗിക്കുന്ന ഈർക്കിൽ സംഘടന ഒന്ന് ആലോചിച്ചോക്കെ. എന്നിട്ട് മറുവശത്ത് പറയുന്ന വാദഗതി എന്താണ്? ഈ സർക്കാരിനെ മറിച്ചിടാനുള്ള ശ്രമമാണ് ഈ നടക്കുന്നത്. ഒരു ഈർക്കിൽ സംഘടനയ്ക്ക് മറിച്ചിടാൻ തക്ക വിധം ദുർബലമായി പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി സർക്കാർ തന്നെയാണ്. അവരുടെ നിലപാടുകളാണ് അങ്ങനെ പെട്ടെന്ന് മറിഞ്ഞു പോകാൻ പാകത്തിൽ കയ്യാലപ്പുറത്ത് ആ സർക്കാരിനെ ഇരുത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിചാരിക്കും. അപ്പോൾ നല്ല ഉറച്ച വേരുകളുള്ള ഒരു സർക്കാരിന് അങ്ങനെ ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, ഈ വാസ്തവത്തിലെ ആശാവർക്കർമാരോട് ചോദിച്ചു, നിങ്ങൾ ഈ ഇടതുപക്ഷത്തിനെ മറിച്ചിടാൻ പോകുന്നു എന്നാണ് കേൾക്കുന്നത്. നിങ്ങൾ പറ്റിയാൽ ആ ട്രംപിന്റെ ഭരണത്തിനെ ഒന്ന് മറിച്ചിട്ടാൽ തരക്കേടില്ല. കാരണം അവിടെയും കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ട്. അപ്പൊ അതൊന്ന് ശ്രമിച്ചാൽ തരക്കേടില്ല എന്ന് ഞാൻ അവരോട് പറയുകയും ചെയ്തു. അപ്പൊ ഇത് കേന്ദ്രമാണ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കേണ്ടതെന്ന് ഒരു ഭാഗത്ത് പറയുന്ന ആളുകൾ തന്നെ തൊട്ടടുത്ത സംസ്ഥാനത്തിൽ ഹരിയാനയിലോ അവര് CITU സമരം നടത്തി. തമിഴ്നാട്ടിൽ ഇപ്പൊ ഇന്നലെ സമരം നടത്തിയവര് നടത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഇത് എവിടെയാണ് ഇതിലെ ഈ നുണകളുടെ ഇടയിൽ നിന്ന് സത്യത്തിനെ തിരഞ്ഞ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് വലിയ ബൃഹത്തായ ഒരു പരിപാടിയാണ്. അത് തികഞ്ഞുകൊണ്ടേ ഇരിക്കാം, നമ്മള് ചികഞ്ഞുകൊണ്ടേ ഇരിക്കാം, അത് കണ്ടെത്തുക തന്നെ ചെയ്യും. ഇതൊരു ഇവരുടെ സമരം ഇപ്പൊ തന്നെ വിജയിച്ചു കഴിഞ്ഞു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പൊ ഇതൊരു തുടക്കം മാത്രമാണ്.